ഹായ്, ഗുഡ് മോർണിംഗ്. വീണ്ടും നമ്മുടെ മാത്സ് ക്ലാസ്സിലോട്ട് നമ്മൾ കടക്കണം അല്ലേ. കഴിഞ്ഞതിൽ ആദ്യം നമ്മൾ ടൈമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, മുൻപത്തെ ചാപ്റ്ററിലെ. പിന്നെയോ കാലണ്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ ചാപ്റ്റർ 6 റോമൻ ന്യൂമറൽസ്. എന്താണ് റോമൻ ലെറ്റേഴ്സ് എന്ന് നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. റോമൻ ലെറ്ററിൽ എഴുതൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതെന്താണ് ഈ റോമൻ ന്യൂമറൽസ്, എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെയൊക്കെ അറിയാം, കുറച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ എഴുതാം. നമ്മൾ 1 എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതും അല്ലേ. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയും കൂടെ എഴുതാറുണ്ട്. ഇതും 1 എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ്. ഇതിനെന്ത് പറയുന്നത്? ഫസ്റ്റ്. FIRST ഫസ്റ്റ്. 1 എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ഫസ്റ്റ്, ആദ്യം. 1 എന്ന് പറഞ്ഞാൽ നമ്പർ 1 അല്ലെ. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോമൻ ന്യൂമറൽസ്, റോമൻ നമ്പേഴ്സ് പറയും ഇങ്ങനെ. അപ്പൊ നമ്മൾ സെക്കൻഡിനെ ഇങ്ങനെ എഴുതിയാൽ 2 ഇതിനെ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ എഴുതുന്നു 2. അതിന് നമ്മൾ എന്ത് വായിക്കും? സെക്കൻഡ്. ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുണ്ട്, 10 വരെയും. അതായത് 10th, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മൾ ഓരോ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമൻ, രണ്ടാമൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 8th, 9th, 10th അല്ലെ. നമ്മൾ ഓരോ റോയിലും നമ്മുടെ സ്ഥാനം, പൊസിഷൻ നമ്മൾ കണക്കാക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ റോമൻ ന്യൂമറൽസ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥാനം, അത് കണക്കാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ റോമൻ ന്യൂമറൽസ്. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ്, സെക്കൻഡ്. ക്ലാസ്സിൽ ഫസ്റ്റ് ആരാ, സെക്കൻഡ് ആരാ, തേർഡ് ആരാ, ഫോർത്ത് ആരാ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക്. ഈ റോയില് ഫസ്റ്റത്തെ കുട്ടി വരൂ, സെക്കൻഡിലെ പയ്യൻ വരൂ, അല്ലെങ്കിൽ ആ റോയില് തേർഡ് പയ്യൻ വരൂ എന്നൊക്കെ. തേർഡ് അല്ലേ. അപ്പൊ നമുക്ക് 3 എന്ന് പറയുന്നത് 3 പയ്യൻ വരും, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ പൊസിഷൻ, നമ്മുടെ പൊസിഷൻ, സ്ഥാനം കണക്കാക്കാനും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഈ റോമൻ ന്യൂമറൽസ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എങ്ങനെ പറയാ? ഫസ്റ്റ്. ഇത് എഴുതിയത് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിന് 1 എന്നിട്ട് ഫോർത്ത്, തേർഡ്, THIRD, തേർഡ്, FOURTH, ഫോർത്ത്. വരം V എന്ന് മാത്രം എഴുതിയാൽ എന്താണ്? ഫിഫ്ത്ത്. ഇനിയോ വിയും 1 ഇട്ടു, ഇതെന്താണ്? സിക്സ്ത്. SIXTH, സിക്സ്ത്. V 2 1 ഇട്ടു, എന്താണ്? സെവൻത്ത്. പിന്നെ V 3 1 ഇട്ടാൽ എന്ത് പറയും? 8th. EIGHTH, 8th. പിന്നെ 1ഉം Xും ഇട്ടാൽ നമ്മൾ വായിക്കുന്നത് എന്തറിയോ? 9th. NINETH, 9th. ഒരു X മാത്രം ഇട്ടാൽ നമ്മൾ അതിന് എന്ത് വായിക്കും അറിയോ? 10th. ഒരു X മാത്രം ഇട്ടാൽ നമ്മൾ അതിന് എന്ത് വായിക്കും? 10th. ഇതൊക്കെയാണ് എന്ത്? റോമൻ ന്യൂമറൽസ്. അല്ലെ. ഇത് ഫസ്റ്റ് 1 ഇട്ട് 2, നമ്മൾ I പോലെ എഴുതിയാൽ ഫസ്റ്റ്, അതിൽ 2 വരെ ഇട്ടാൽ സെക്കൻഡ്, 3 വരെ ഇട്ടാൽ തേർഡ്, പിന്നെ വിന്റെ മുൻപിൽ 1 ഇട്ടിട്ട് വെച്ചാൽ ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 8th, 9th, 10th. ഇനി ഇതിലും അതേപോലെ തന്നെയാണ്. 10th കഴിഞ്ഞാൽ 11th, 12th എന്നൊക്കെ ഇല്ലേ. അത് എങ്ങനെയാണെന്നറിയാം? 10th ആദ്യം X ഇട്ടിട്ട് അവിടെ 1 ഇട്ടാൽ എന്തായി? X ഇട്ടിട്ട് 1 ഇട്ടാൽ നമ്മൾ ഇത് എന്താണ്? 11th. ELEVENTH, 11th. പിന്നെ X 2 വരെ ഇട്ടാൽ എത്ര? 12th. അങ്ങനെ പോകും. TWE 12th. ഇങ്ങനെ പോകും. എന്നിട്ട് 20 നമ്മള് Xഉം 5 ഇട്ടാൽ എത്ര? 15th. പതിനഞ്ചാമത്തെ. അങ്ങനെ പോകും. അതിന്റെ 20 ആകുമ്പോ 2 X ഒരുമിച്ചിടുന്നു, അതിനെന്ത് പറയുന്നു? 20th. അങ്ങനെ പോകും. ഇതുപോലെ L എന്ന് എഴുതിയാൽ നമ്മൾ എന്താണെന്നറിയാം വായിക്കുന്നത്? L എന്ന് എഴുതിയാൽ 50. 50 എന്ന് എഴുതുന്നത് നമ്മൾ എങ്ങനെ എഴുതാം? L എഴുതുന്നു. FIFTY 50. L എന്ന് എഴുതിയാൽ അവിടെ എന്തായി? 50 ആയി. C എന്ന് നമ്മൾ എഴുതിയാൽ അതിന് എത്രാമത്തെയാണ് വായിക്കുന്നത്? 100. C എന്ന് എഴുതിയാൽ നമ്മൾ എന്താണ് വായിക്കേണ്ടത്? 100.
അപ്പോൾ പൊസിഷനിൽ നമ്മൾ 100ാമത്തെ ആൾ എന്നുള്ളത് നമ്മളവിടെ സി എന്നത് നമ്മൾ അതിനെ എങ്ങനെയായിട്ട് കൗണ്ട് ചെയ്യണം? 100 100ആയിട്ട് കണക്കാക്കണം. എൽ എന്നത് നമ്മൾ എത്രാം സ്ഥാനത്തുള്ളതായിട്ട് കണക്കാക്കണം? 50ാം സ്ഥാനത്ത് 50. ഓക്കെ, ഇതാണ് എന്ത്? റോമൻ ന്യൂമറൽസ്. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മളുടെ മാത്സ്, ഈ വർഷത്തെ 3rd സ്റ്റാൻഡേർഡിന്റെ മാത്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും ടേബിൾസ് ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ വെക്കേഷനിലും നിങ്ങൾ എന്ത് ചെയ്യണം? ടേബിൾസ് നല്ലപോലെ 15 വരെയുള്ള ടേബിൾസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം.